ഹായ് നമസ്തേ, വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു പ്രത്യേക വാർത്ത അറിയിക്കാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മൾ കരസേനയിൽ റിക്രൂട്ട്മെൻറ്റ് എല്ലാ കൊല്ലവും നടക്കാറുണ്ട്. ഇവിടെ കുറച്ച് നാളുകളെ ആയുള്ളൂ അഗ്നിവീർ റിക്രൂട്ട്മെൻറ്റ് കരസേനയിലേക്ക് തുടങ്ങിയിട്ട്. അത് എല്ലാ വർഷവും നടക്കാറുണ്ട്. അത് ഇപ്പോൾ നടക്കുന്ന സമയമാണ്. ഏപ്രിൽ 10 വരെ അപേക്ഷിക്കാം. അതിൻ്റെ നോട്ടിഫിക്കേഷൻ, അതിൻ്റെ വാർത്ത ജന്മഭൂമി പേപ്പറിൽ ഇന്ന് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്കായി ഷെയർ ചെയ്യുകയാണ്. അതായത് www.joinindianarmy.nic.in എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് ഏത് ജില്ലക്കാർക്കും അവരവരുടെ കേരളത്തിൽ, ഇന്ത്യ മൊത്തം ഉള്ളതാണ്, പക്ഷേ ഇത് കേരളത്തിലേക്ക് വേണ്ടിയിട്ട് പ്രത്യേകം അതിൻ്റെ വിവരങ്ങളടങ്ങിയ ന്യൂസാണ് വന്നിരിക്കുന്നത്. അതായത് അവിവാഹിതരായ പുരുഷന്മാർക്ക് തിരുവനന്തപുരം കോഴിക്കോട് ആർമി റിക്രൂട്ട്മെൻറ്റ് ഓഫീസർ 2025-26 വർഷം നടത്തുന്ന അഗ്നിവീർ റിക്രൂട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. ഇതിലേക്ക് ഓൺലൈനിൽ ഏപ്രിൽ 10 വരെ രജിസ്റ്റർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ വിജ്ഞാപനം നമ്മൾ മുമ്പ് പറഞ്ഞ വെബ്സൈറ്റിൽ www.joinindianarmy.mic.in ലഭിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും അതുവഴി ഓൺലൈൻ ആപ്ലിക്കേഷൻ നമുക്ക് കൊടുക്കുവാൻ സാധിക്കും. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അഗ്നിവീരിൻ്റെ ഓൺലൈൻ ഇത് രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോൺ നമ്പറും ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ഇൻറ്റിമേഷൻ അറിയിക്കും എന്നാണ് ഇതിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി എത്തേണ്ടതെന്ന്. അപ്പോൾ പരീക്ഷ അതാത് സെൻറ്ററുകളിൽ പോയി നമ്മൾ ഓൺലൈനിലാണ് പരീക്ഷ. ആ ഓൺലൈൻ പരീക്ഷ എല്ലാ ഭാഷകളിലും നമുക്ക് എഴുതാൻ സാധിക്കും, ഇംഗ്ലീഷ് ഉൾപ്പെടെ. അപ്പോൾ അതും ഒരു പ്രത്യേകതയാണ്. നമ്മളെ മലയാളം പ്രിഫർ ചെയ്യുന്നവർക്ക് അതും സാധിക്കും എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പം നമുക്ക് പല വിഭാഗങ്ങളുണ്ട് ഇതിൽ. അതായത് ഇവിടെ എഴുതിയിരിക്കുന്ന അനുസരിച്ച് ന്യൂസിൽ ആദ്യത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് അഗ്നിവീർ ജനറൽ ഡ്യൂട്ടിയാണ്. അതിലേക്കാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഈ വിഭാഗങ്ങളൊക്കെ പറയുന്നതിന് മുമ്പേ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് അറിയണ്ടേ. അതായത് ഏകദേശം അവിവാഹിതരായ പുരുഷന്മാർക്ക് എന്ന് പറയുമ്പോൾ അവർ ഏജ് വച്ചിരിക്കുന്നത് മിനിമം 21 വയസ്സ് വരെ ഏജ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത്. ഇത് ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതെല്ലാ വിവരങ്ങളും ലഭ്യമാകും. അപ്പം ആദ്യത്തെ വിഭാഗം എന്ന് പറയുന്നത് അഗ്നിവീർ ജനറൽ ഡ്യൂട്ടിയാണ്. അതിലേക്ക് ടെക്നിക്കലുണ്ട്, ക്ലാർക്ക്, സ്റ്റോർ കീപ്പർ, ടെക്നിക്കൽ, ട്രേഡ്സ്മാൻ എന്നീ വിഭാഗങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പുണ്ട്. യോഗ്യത അഗ്നിവീർ ജനറൽ ഡ്യൂട്ടിക്ക് SSLC 10ാം ക്ലാസ് തത്തുല്യ പരീക്ഷ മൊത്തം 45% മാർക്കോടെ തുല്യ ഗ്രേഡിൽ കുറയാതെ പാസ്സായിരിക്കണം. ഓരോ വിഷയത്തിനും 33% മാർക്കിൽ കുറയരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതുപോലെ ഓരോ ട്രേഡിലേക്കും അടുത്ത വിഭാഗത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ആവശ്യകതകൾ വീണ്ടും മാറും. അഗ്നിവീർ ടെക്നിക്കൽ, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് വിഷയങ്ങളടക്കം +2 ഇൻ്റർമീഡിയറ്റ് പരീക്ഷ പാസ്സായി വിജയിച്ചിരിക്കണം, മൊത്തം 50% മാർക്കിലും. ഓരോ വിഷയത്തിനും 40% മാർക്കിലും കുറയരുത്. അല്ലെങ്കിൽ ശാസ്ത്ര വിഷയങ്ങളിൽ +2 തത്തുല്യ നിശ്ചിത സ്ട്രീമിൽ ട്രേഡിൽ 1 വർഷത്തിൽ കുറയാത്ത ITI സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ SSLC തത്തുല്യം, മൊത്തം 50% മാർക്കും. ഇംഗ്ലീഷ്, മാത്സ്, സയൻസ് വിഷയങ്ങൾക്ക് 40% മാർക്കിലും കുറയരുത്. +2 വർഷത്തെ ITI സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ത്രിവത്സര ഡിപ്ലോമ. അപ്പോൾ ഇത് ഇങ്ങനെ ഈ സ്ട്രീമുകൾ ഓരോ തലത്തിലും നമുക്ക് ഓരോ ട്രേഡുകൾക്കും ഓരോ ക്വാളിഫിക്കേഷൻ രീതി വെച്ചിട്ടുണ്ട്. മിനിമം അത് 8ാം ക്ലാസ് പാസ്സായവർ തൊട്ട് +2 പാസ്സായവർക്ക് വരെ അപേക്ഷ സമർപ്പിക്കാം. അത് ഏപ്രിൽ 10 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. അതുകൊണ്ടാണ് ഈ വീഡിയോ അത്യാവശ്യമായി പെട്ടെന്ന് ചെയ്യുന്നത്. പിന്നെ അതൊക്കെ കൂടാതെ അപ്പം പറയാനുള്ള ഒരു കാര്യം, ഇതിൽ നിയമനം ലഭിച്ചാൽ, അതായത് ഓൺലൈൻ പരീക്ഷയും അതിന് ശേഷമുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് ഒരു പരീക്ഷയുണ്ട്. അത് നേരിട്ട് ഹാജരായി നമ്മൾ ഗ്രൗണ്ടിൽ കാണിച്ചു കൊടുക്കേണ്ടതാണ്. അതെന്തൊക്കെയാണെന്ന് അതിന് മുന്നേ നിങ്ങൾ പരിശീലിക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ കിട്ടും. ഡീറ്റെയിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ, അതായത് പുഷപ്സ്, നമ്മൾ
സിറ്റപ്സ് ഇങ്ങനെയുള്ള എക്സസൈസുകളൊക്കെ പഠിച്ചിരിക്കണം. കുറഞ്ഞ സമയത്തിനുള്ളിൽ 100 മീറ്റർ അല്ലെങ്കിൽ 400 മീറ്റർ 1500 മീറ്റർ ഓടിയെത്താനുള്ള കഴിവ്, പരിശീലനം ഇതൊക്കെ ഉണ്ടായിരിക്കണം. അതൊക്കെ നമ്മൾ സ്വയം പരിശീലിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ അതിനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കും. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് മുംബൈ മലയാളിയിൽ അഗ്നിവീറിനെ കുറിച്ച്. അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് അതിനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നുണ്ട്, അതും ലഭ്യമാകും. അതിൻ്റെ വിവരങ്ങൾ ഒരുപക്ഷെ പുതുതായി ആരെങ്കിലും ആരംഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു. ഇത് സൈന്യത്തിൽ പരിശീലനം ലഭിച്ച സൈനികർക്ക്, റിട്ടയർഡായിട്ടുള്ള സൈനികർക്ക് ഈ കോഴ്സുകളൊക്കെ നടത്തുവാൻ സാധിക്കും. കോഴ്സ് എന്ന് പറഞ്ഞാൽ അതിനുള്ള പരിശീലനം. അപ്പം അത് എവിടെയാണെന്ന് അറിയുവാനും സാധിക്കും ആവശ്യമെങ്കിൽ നിങ്ങൾക്ക്. പിന്നെ ഈ 4 വർഷത്തേക്കാണ് നമ്മളെ അഗ്നിവീർ നിയമനം ലഭിക്കുന്നത് എന്നിവിടെ എഴുതിയിട്ടുണ്ട്. ഈ 4 വർഷത്തെ നിയമനം ലഭിച്ചാൽ നമുക്ക് ആദ്യത്തെ വർഷം, ആ നിയമനം ലഭിച്ചാൽ ആദ്യത്തെ വർഷം 30,000 രൂപ സ്റ്റൈപ്പൻ്റ് അല്ല, അത് ശമ്പളത്തോടു കൂടിയാണ് കൊടുക്കുന്നത്. ആക്ച്വലി ട്രെയിനിങ് പീരീഡ് തുടങ്ങുമ്പോൾ തൊട്ട് ആദ്യത്തെ മാസം തൊട്ട് 30,000 രൂപയും, രണ്ടാം വർഷം പ്രതിമാസം 33,000 രൂപയും, അങ്ങനെ രണ്ടാം വർഷം പൂർത്തിയാക്കി മൂന്നാം വർഷം പ്രതിമാസം 36,500 രൂപയും, നാലാം വർഷം 40,000 രൂപയും ശമ്പളം ലഭിക്കുന്ന രീതിയിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതിൽ 30% കോർപ്പസ് ഫണ്ടിലേക്ക് അവർ പിടിക്കും പൈസ, ഓരോ മാസത്തെയും 30%. സേവന കാലാവധി പൂർത്തിയാക്കി 4 വർഷവും പൂർത്തിയാക്കിയാൽ നിങ്ങൾക്ക് പിരിഞ്ഞു വരുമ്പോൾ, അതായത് അവിടുന്ന് 4 വർഷം പൂർത്തിയാക്കി കോഴ്സ് പിരിഞ്ഞു വരുമ്പോൾ 10.04 ലക്ഷം രൂപ, മനസ്സിലായി? അപ്പോൾ 10 ലക്ഷത്തിന് രൂപയ്ക്ക് കൂടുതൽ നിങ്ങൾക്ക് സേവനിധിയായി ലഭിക്കും. അത് ഈ പിടിച്ച ഫണ്ടിൽ നിന്ന് അത് തിരിച്ച് ലഭിക്കുന്നത്, ഗ്രാറ്റുവിറ്റിയോ പെൻഷൻ ആനുകൂല്യമോ ലഭിക്കില്ല. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാം. വെബ്സൈറ്റ് എല്ലാവരും സന്ദർശിച്ച് മനസ്സിലാക്കുക കാര്യങ്ങൾ. പിന്നീട് അടുത്ത ഒരു ട്രേഡിൻ്റെ കാര്യം കൂടി ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇന്ന് ജന്മഭൂമി വനിതാ മിലിറ്ററി പോലീസ് റിക്രൂട്ട്മെൻറ്റ് രജിസ്ട്രേഷനും 10 വരെയാണ്. അവിവാഹിതരായ വനിതകൾക്കും അഗ്നിവീർ ജനറൽ ഡ്യൂട്ടി വനിതാ മിലിറ്ററി പോലീസ് റിക്രൂട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. ബാംഗ്ലൂർ മേഖല റിക്രൂട്ടിംഗ് ഓഫീസ് ഇതിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. വിജ്ഞാപനം അതും www.joinindianarmy.nic.in ലഭിക്കും. ഓൺലൈനിൽ ഏപ്രിൽ 10 വരെ രജിസ്റ്റർ ചെയ്യാം. കേരളം, കർണാടക, ലക്ഷദ്വീപ്, മാഹി എന്നിവിടങ്ങളിൽ സ്ഥിരതാമസമുള്ളവർക്കാണ് അവസരം. യോഗ്യത SSLC തത്തുല്യ പരീക്ഷ, മൊത്തം 45% മാർക്കോടെ ഓരോ വിഷയത്തിനും 33% മാർക്കിൽ കുറയരുത് മാർക്കുണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെ 2 പ്രത്യേക ന്യൂസായിട്ട് ഹെഡിങ്ങിലാണ് ജന്മഭൂമി പേപ്പറിൽ ഇന്ന് വന്നിരിക്കുന്നത്. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ആവശ്യമുള്ളവർ എത്രയും വേഗം സമയം നഷ്ടപ്പെടാതെ അതിനുവേണ്ടി ഒരു മാനസികമായ തയ്യാറെടുപ്പും ശാരീരികമായ തയ്യാറെടുപ്പും നടത്തേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ പരീക്ഷയ്ക്ക് എന്തെല്ലാം തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഏകദേശം ചോദിക്കുന്നത്? ജനറൽ നോളജ് ആയിരിക്കും, അതുപോലെ കോമൺ സെൻസ് ക്വസ്റ്റ്യനുകളായിരിക്കും. അത് പരിശീലിക്കാനായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇനിയും വൈകാതെ ഒരു വീഡിയോ ചെയ്ത് അറിയിക്കുന്നതാണ്. ദയവായി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യണം. നന്ദി. വീണ്ടും അടുത്ത വീഡിയോയുമായി, നല്ലൊരു പ്രയോജനമുള്ള വീഡിയോയുമായി വരുന്നതുവരെ